വീഡിയോ എന്താ വെച്ചാൽ ഞാൻ മുമ്പ് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. ഒരു വീക്ക് മുമ്പ് കൃത്യം ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു കണ്ടന്റ് എന്താ വെച്ചാൽ നമ്മളെ ബേഡ്സ് എഗ്ഗ് ചെയ്യുന്നുണ്ട്, പക്ഷേ എഗ്ഗ് വിരിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ എല്ലാ കാരണം കൂടി ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, കാരണം ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാരണങ്ങളും അതെന്തുകൊണ്ടാണെന്നുള്ള മെയിൻ റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറ്റ് ടൈം എത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇത് എൻ്റെ ഒരു പെയർ കോക്കറ്റെയിൽസ് കേട്ടോ. ഒരു ആൽബിനോയും ഒരു പൈഡുമാണ്. അപ്പോൾ ഇവർ ഏകദേശം എഗ്ഗ് ചെയ്തിട്ട് ഒരു മാസത്തിൻ്റെ മേലെ ആയിട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചുകൊണ്ട് എനിക്കിത് തുറക്കാനോ അടയ്ക്കാനുള്ള ഇത് ഒരു കൃത്യമായ സാഹചര്യത്തിൽ അല്ലേന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവരിപ്പോൾ കുറേ കിടക്കുന്നു. ഇന്നിപ്പോൾ രണ്ടാളും പുറത്തുനിന്ന് ഞാൻ മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത്, ക്ലീനിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ ഞാൻ കൃത്യം പറയുന്നു കേട്ടോ, രണ്ടുപേരും പുറത്ത് നിൽക്കുന്നുണ്ടെന്ന്. എനിക്ക് അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു എഗ്ഗ് ഇൻഫെർട്ടൈൽ ആയി, കാരണം അത് വിരിയാത്തൊരു എഗ്ഗ് ആയെന്നോട്ടോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവർ നോക്കിയ സമയത്ത് ഇവർ രണ്ടാളും ഫുള്ള് പുറത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വൈകുന്നേരം എന്തായാലും പൊളിച്ച് നോക്കിയിട്ട് കാര്യമില്ല, വെറുതെ ഇവരെ കിടത്തിയിട്ട് കാര്യമില്ല. ഒരു മാസത്തിൻ്റെ മേലെയായി, ഒരു മാസത്തിനടുത്തായി ഇവർ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ റീസൺ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ എഗ്ഗ് ചെയ്തിട്ടും വിരിയാത്തതിൻ്റെ ഫസ്റ്റ് കാരണം അതിന് നമ്മൾ ഡീവാമിങ് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ബേഡിന് നേരെ ബ്രീഡിങ് ഇറക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇവരെ നമ്മൾ ഡീവാമിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഫസ്റ്റ് ഇവരെ ആദ്യത്തെ എഗ്ഗാണ്. അപ്പോൾ ആദ്യത്തെ എഗ്ഗ് വിരിയില്ലെന്ന് വെച്ചാൽ ഒരു 50-50 ഞാൻ പറയാൻ കഴിയുള്ളൂ. ഇവിടെ എനിക്ക് ആദ്യം എഗ്ഗ് ചെയ്ത പല ബേഡ്സും വിരിഞ്ഞിട്ടുണ്ട്, വിരിയാത്ത ബേഡ്സുകളുണ്ട്. അപ്പോൾ ഇവരിത് കിടന്ന് ഒരു ശീലമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പലപ്പോഴും നോക്കുന്ന സമയത്ത് രണ്ടുപേരും പുറത്താണ് കാണാം. അപ്പോൾ എനിക്ക് അറിയുന്നത് എന്തായാലും വിരിയാനുള്ള ചാൻസ് കുറവാണ്. ഫസ്റ്റ് നമ്മൾ ബേഡിനെ ബ്രീഡിങ്ങിന് മുമ്പ് ചെയ്യേണ്ട പരിപാടി, അതായത് എഗ്ഗ് ചെയ്യിപ്പിക്കാൻ വിടുന്നതിന് മുമ്പ് ചെയ്യേണ്ട പരിപാടി ബേഡിനെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ ഡീവാമിങ് ചെയ്യുക, അതുപോലെ പ്രോബയോട്ടിക്സ് കാര്യങ്ങൾ വൃത്തി കൊടുത്ത്, അതേപോലെ തന്നെ ന്യൂട്രീഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത ശേഷം മാത്രം ബേഡിന് എന്ത് ചെയ്യുക, ബ്രീഡിങ്ങിന് വിടുക. ഇപ്പോൾ ഒരു വട്ടം എഗ്ഗ് ചെയ്ത ബേഡാണെങ്കിൽ ഒരു 1-2 മാസം, ഒരു മാസം അല്ല 1.5 മാസത്തോളം ഗ്യാപ്പ് ഇട്ട് ഒരു ഫ്ലൈയിങ് കേജിലൊക്കെ ഇട്ട് ഒരു ഫ്ലൈ ഒക്കെ ചെയ്യിപ്പിച്ച് മാക്സിമം സ്ട്രെങ്ത് ആക്കിയ ശേഷം മാത്രം ബ്രീഡിങ്ങിന് വിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസ് കാര്യങ്ങൾ കയറാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. കാരണം അതൊരു കാരണമാണ്. കാരണം ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഫുഡോ കാര്യങ്ങളോ ശരീരത്തിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ എഗ്ഗ് ചെയ്യുന്ന സമയത്ത് എഗ് ബൈൻഡിങ് പോലത് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എഗ്ഗ് വിരിയാണ്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ മൂന്നാമത്തെ കാരണമാണ് നമ്മളെ ബേഡ്സിൻ്റെ പെയറിങ്, മീൻസ് അതായത് ഒരു മെയിൽ ഫീമെയിൽ തമ്മിലുള്ള ആ ഒരു ബന്ധം. അതായത് എൻ്റെ പല ബേഡ്സും ഞാനിവിടെ എനിക്ക് 2-3 വട്ടം എൻ്റെ ഷോ ബജ്ജീസ് ആയിക്കോട്ടെ, ഒരു ഹെലികോപ്റ്റർ ബജ്ജീസും, ഒരു പേര് ഹെലികോപ്റ്റർ ബജ്ജീസും സെയിം സിറ്റുവേഷൻ. കാരണം വെച്ചാൽ ഇവർ എന്ത് ചെയ്താലും വിരിയൂല, എഗ്ഗ് ഇടുന്നുണ്ട് വിരിയുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, നമ്മൾ സാധാരണ എല്ലാ ബ്രീഡേഴ്സും ചെയ്യുന്ന പരിപാടിയാണ് പെയർ പൊട്ടിക്കുക. ഞാൻ അങ്ങനെ പെയർ പൊട്ടിച്ച് നോക്കി, അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് പെയർ പൊട്ടിച്ച് നോക്കുക. അതേപോലെ തന്നെ പിന്നെ വേറെ ചെയ്യാവുന്നൊരു കാര്യമാണ് മെയിലിന് ഫീമെയിൽ മാറ്റി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ട് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും പെയറാക്കുക. അപ്പോഴും റിസൾട്ട് നന്നായിട്ട് കയറി വരുന്ന കാണാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ വിരിയാത്ത കേസറ്റുകൾ തന്നെ ഈ കുറച്ച് കേസിലാണ്. പിന്നെ പറയുകയാണെങ്കിൽ സയൻറ്റിഫിക്കായി പറയുകയാണെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോൾ, അത്രയും കാര്യങ്ങളുണ്ട് ഇവർ എഗ്ഗ് വിരിയാത്തതിന് കാര്യങ്ങൾ പറയാൻ കേട്ടോ. അതേപോലെ ഇവരെ മേറ്റിങ് കാര്യങ്ങൾ ഇഷ്യൂസ് ആണെങ്കിലും വിരിയൂല. പിന്നെ മറ്റുള്ള ബേഡ്സുകൾ ഇവരെ വന്നിട്ട് ശല്യപ്പെടുത്തുകയാണെങ്കിൽ അതും വിരിയൂല. പിന്നെ അതേപോലെ തന്നെ ഫീമെയിലിനോ മെയിലിനോ നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും എഗ്ഗ് വിരിയാണ്ടിരിക്കാനുള്ളൊരു ചാൻസ് തന്നെയാണ്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്താണ് എൻ്റെ ബേഡിൻ്റെ എഗ്ഗ് വിരിയാതെ വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് അതിന് മേലെ സൂപ്പർ പവറുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം എത്ര വലിയ ബ്രീഡേഴ്സ് ആണെങ്കിലും ഓരോ കയ്യിൽ നിന്നും ചിക്സുകൾ ഡെഡ് ആവുന്നുണ്ട്, ഓരോ കയ്യിൽ നിന്നും എഗ്ഗ് വിരിയാത്ത ബേഡുകൾ ഇറങ്ങുന്നുണ്ട്, ഓരോ കയ്യിൽ നിന്നും പക്ഷികൾ മരിച്ചു പോകാറുണ്ട്. അപ്പോൾ അപ്പോൾ പക്ഷികൾ മരിച്ചു പോകാറുണ്ട്. അത് ഞാനിപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അത്രയും ഞാൻ കൊണ്ടുവന്ന ബേഡ് എനിക്ക് അത്രയും ബ്രീഡേഴ്സ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്നാലും കുറച്ച് പക്ഷികൾ മാത്രം മരിച്ച സമയത്ത് എനിക്ക് പിടിച്ചെത്താനായത് കേട്ടോ.
ഇപ്പോൾ എല്ലാവരും റിക്കവറായി കേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ബ്രീഡിങ് ചെയ്യാൻ രണ്ടാം ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ആ സമയത്താണ് ഇവർ ശരിക്കും പറഞ്ഞാൽ എഗ്ഗ് കിടക്കുന്നത്. എഗ്ഗ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഞാൻ 2-3 കേസ് സെറ്റുകൾ കേട്ടോ, മെയിനായ 2-3 കേസ് സെറ്റുകൾ. ഒന്ന് ഡീവാമിങ്, ഒന്ന് പ്രോപ്പറായ ഫുഡ് ഇല്ലായ്മ, പിന്നെ പെയറിൻ്റെ കംപ്ലയിൻസ്, അതുപോലെ മെയിൽ ഫീമെയിലും വല്ല കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ വിരിയാണ്ടിരിക്കുക. പിന്നെ ആർക്കും ഓരോരുത്തർ കാര്യമുണ്ട്, 2 ഫീമെയിൽ ആണെങ്കിലും ബേഡ്സുകൾ എഗ്ഗ് ചെയ്യും കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു റിസൾട്ടും കണ്ടില്ല വെച്ചാൽ ആദ്യം കൺഫേം ചെയ്യണം അത് ആണ് പെണ്ണാണ് എന്ന്. അതായത് മിക്ക ബേഡ്സിൽ നമുക്കത് ഐഡൻറ്റിഫിക്കേഷൻ DNA മുഖേന മാത്രമേ നടപടിയാവുള്ളൂ. ഇപ്പോൾ ഏറ്റവും ചെറിയ ഫിഞ്ചസുകളെ പറയുകയാണെങ്കിൽ ബംഗാളി ഫിഞ്ചസുകളെ നമുക്ക് സിങ്ങിലൂടെ, അതായത് മെയിൽ സിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് മെയിൽ ഫീമെയിൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ കഴിയും. മറിച്ച് സൺ കൊനൂറോ, അതേപോലെ തന്നെ മറ്റുള്ള കൊനൂർസ്, അതേപോലെ തന്നെ വേറെ പല ബേഡ്സുകളും നമുക്ക് DNA മസ്റ്റാണ് കേട്ടോ. അപ്പം DNA, അതായത് ഇപ്പോൾ 2 ആൽബിനോ, കോക്കറ്റേൽ 2 ആൽബിനോ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് റിസ്ക്കാണ്. പക്ഷേ നല്ലൊരു ബ്രീഡർ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം സിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ നമ്മൾ ആഫ്രിക്കന്, എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഡൗട്ടാണ്, ബ്രോ ആഫ്രിക്കനെ നമുക്ക് DNA ഇല്ലാതെ അറിയാൻ വല്ല വഴിയുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീഡിയോ അയച്ചപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ വീഡിയോ കുറച്ചൊക്കെ കണ്ട് ഞാൻ 1-2 വട്ടം ഞാൻ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് കൃത്യം ഒരു മെയിൽ ഫീമെയിൽ തന്നെയായിരുന്നു, അത് ചിക്കിറങ്ങി. ഒരാൾക്ക് 2 ഫീമെയിൽ തന്നെയായിരുന്നു. അത് എൻ്റെ ഫാൾട്ടാണ്, ഞാൻ പറഞ്ഞു ചെയ്തത് അങ്ങനെയല്ല. അത് കുറച്ച് ഇഷ്യൂസ്, അതായത് എനിക്ക് ആ വീഡിയോയിൽ കണ്ടൊരു തെറ്റിദ്ധാരണ എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പാടെ നമുക്ക് ഇപ്പോൾ വരുന്ന DNAക്ക് 100 രൂപയുള്ളൂ, ഗ്ലോറിയസ് എക്സോട്ടിക്സ് എന്നുള്ളത്. അവിടെ 100 രൂപയുള്ളൂ കേട്ടോ DNA എടുക്കാൻ. അപ്പോൾ ഒന്ന് അയച്ചാൽ മതി. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡൗട്ടോ DNA കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിന് താഴെ തന്നെ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് അയക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇനി എഗ്ഗ് വിരിയാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ 2-3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ എഗ്ഗ് വിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബേഡിനെ ഡീവാമും ചെയ്ത് അത്യാവശ്യം നല്ല ഫ്രീ ഫ്ലൈ ചെയ്യിപ്പിച്ച് സ്ട്രെങ്തി ആക്കിയ ശേഷം മാത്രം ബേഡിനെ ബ്രീഡിങ്ങിന് കയറ്റുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് നിങ്ങളതാണ്. സെക്കൻഡ് വണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുക. അതായത് നമ്മളെ ഒരു പേടിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലാതെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സൈലൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ ഒപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിൽ തന്നെ പല ബ്രീഡേഴ്സും പല കമൻസും വരും, കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ അതിന് പുറമെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം അതിനിപ്പോൾ ഏത് വിധേയനാണെങ്കിലും ഞാനത് അടുത്ത വീഡിയോയിലൂടെ ആ കമൻറ്റ്സ് തന്നെ ഞാൻ എടുത്തിടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് എനിക്കും കൂടുതൽ അറിവാണ്, അത് നമ്മളൊന്നും ഇതിൽ അത്രയും എക്സ്പേർട്ടോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ സെക്കൻഡ് വണ്, അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബേഡിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലൊന്ന് ചെക്ക് ചെയ്ത് നന്നാവും കേട്ടോ. എഗ്ഗ് വിരിഞ്ഞോ ഇല്ലയോ, കാരണം ഇവരായി തന്നെ കിടക്കും. അത് വെച്ചാൽ എപ്പോഴുള്ള പ്രോപ്പറായി ഫുഡ് എടുക്കൽ കാര്യങ്ങളൊക്കെ ഇവർ കുറവായിരിക്കും. അപ്പോൾ ഇവരെ ഹെൽത്തിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബേഡിനെ മെയിലും ഫീമെയിലും സ്പ്ലിറ്റ് ചെയ്യുക, യോജിപ്പിച്ചിടുക. ഒരു 1.5 മാസം 2 മാസത്തിന് ശേഷം യോജിപ്പിച്ചിടുക. അങ്ങനെ സമയത്ത് റിസൾട്ട് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു കൊനൂർസ് എഗ്ഗ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ രണ്ടാളും പൊട്ടിച്ചിട്ട് ഒരു 1-2 മാസം 2.5 മാസത്തോളം ഫ്രീ ആക്കി വിട്ട് രണ്ടാൾ ഞാൻ. അതിന് ശേഷം ഞാൻ ഒരു പെയറാക്കിയിട്ട് പെട്ടെന്ന് റിസൾട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. റിസൾട്ട് വിരിഞ്ഞിട്ടില്ല, അപ്പം എഗ്ഗിലാണ്, ഇൻക്യുബേഷനിലാണ് അവരുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ഓണാണ്, അതിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്, അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പെറ്റ്സുമായി റിലേറ്റ് ചെയ്ത വീഡിയോസ് അടിയുടെ നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.